അറബിക്കടലിൻ്റെ തീരം മലയാള മണ്ണിൻ്റെ ചരിത്രത്തോട് ഒരു കഥ പറയുന്നുണ്ട്. പിറന്ന നാട്ടിൽ നിന്നും മരുദേശത്ത് ചെന്ന് സ്വന്തം നാടിന് പ്രൗഢിയുടെ സൗരഭ്യം പരത്തിയ ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ. ഒപ്പം ആത്മാഭിമാനത്തോടെ പച്ച പതാകയുമേന്തി മുന്നേറിയ ആത്മഹർഷത്തിൻ്റെ പേരായ KMCCയുടെയും. 1976 ആഗസ്റ്റ് 28 പ്രവാസലോകത്തെ സഹജീവി കരുതലിൻ്റെ ചുരുക്കെഴുത്തായ KMCC കുവൈറ്റിൽ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നത്. കുവൈറ്റ് KMCC എന്നത് കേവലം ഒരു സംഘടന മാത്രമല്ല, അഭിമാനകരമായ ചരിത്രവും കർമ്മോത്സുകമായ വർത്തമാനവുമുള്ള ഒരു മഹത്തായ ആദർശം കൂടിയാണ്. പ്രവാസത്തിൻ്റെ ഉള്ളെരിയുന്ന വേദനകളിൽ മനസ്സു വെന്തുരുകി ജീവിക്കുന്നവരിലേക്ക് ഏതു കൊടുങ്കാറ്റുമധ്യത്തിലും നീണ്ടു ചെല്ലുമെന്നുറപ്പുള്ള കരുണവറ്റാത്ത കുറേ മനുഷ്യരുടെ ഉപാധികളില്ലാത്ത സമർപ്പണത്തിൻ്റെ പിൻഫലമാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ കരുത്ത്. കുവൈറ്റ് KMCC സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ 10 ജില്ലാ കമ്മിറ്റികളും 60ഓളം മണ്ഡലം കമ്മിറ്റികളുമായി 10,000-ഓളം അംഗങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. കാലത്തിനൊപ്പം സംഘടനയെ മുന്നോട്ട് നയിക്കാൻ മതകാര്യം, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ഹെൽപ്പ് ഡെസ്ക്, വിദ്യാഭ്യാസം, CH സെന്റർ, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ, മെഡിക്കൽ വിങ്, ആർട്സ്, സ്പോർട്സ്, മീഡിയ, IT, രാഷ്ട്രീയം, ജോബ് സെൽ, വൈറ്റ് കാർഡ്, വനിതാ വിങ് തുടങ്ങി ഉപസമിതികളുടെ ക്രിയാത്മക ഇടപെടലുകളാണ് സംഘടനയെ കർമ്മരംഗത്ത് സജീവമാക്കുന്നത്. ആദരണീയനായ സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നതു മുതൽ വൈവിധ്യമാർന്ന പ്രവർത്തന പദ്ധതികളുമായി ഇടവേളകളില്ലാതെ സഞ്ചരിക്കുകയാണ് കുവൈറ്റ് KMCC. കുവൈറ്റ് KMCC സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം പിറന്ന നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം നിലച്ചുപോയ ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയോടുള്ള സംഘടനയുടെ ഐക്യദാർഢ്യം കൂടിയായിരുന്നു. വിശുദ്ധ റമളാനിൽ KMCC സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമവും മതകാര്യ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മതപ്രഭാഷണ വേദികളിലെ നിറഞ്ഞ സാന്നിധ്യമായ നൌഷാദ് ബാക്കവിയുടെ റമളാൻ പ്രഭാഷണവും കുവൈറ്റിലെ വ്യാവസായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ PMA ഗഫൂർ സാഹിബ് മുഖ്യാതിഥിയായി പങ്കെടുത്ത റമളാൻ ഗബ്ഖയും മികച്ച സംഘാടനം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. കേരളം കണ്ട സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ നിസ്സഹായ ജനതയുടെ കണ്ണീരൊപ്പാൻ മുസ്ലിം ലീഗ് പാർട്ടി പ്രഖ്യാപിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 55 ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞതും റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ സഹോദരനു വേണ്ടി മണിക്കൂറുകൾക്കകം തന്നെ കുവൈറ്റ് പ്രവാസി സമൂഹത്തിൻ്റെ പിന്തുണയോടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞതും KMCC തുടർന്നുകൊണ്ടിരിക്കുന്ന അതിരുകളില്ലാത്ത മാനവികതയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു. പ്രവാസ ലോകത്തെ സർഗാത്മക മുന്നേറ്റങ്ങളുടെ മനോഹരമായ ആവിഷ്കാരമാണ് KMCCയുടെ മുഖപത്രമായ ദർശനം മാസിക. കുവൈറ്റ് പ്രവാസികളുടെ സർഗാത്മക സൃഷ്ടികൾക്ക് അക്ഷര വെളിച്ചം പകരുന്ന ദർശനം ഏറ്റവും മികച്ച അറിവനുഭവങ്ങളാണ് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. കുവൈറ്റ് KMCC സംഘടിപ്പിച്ച തംകീൻ മഹാസമ്മേളനം പ്രവാസി സംഘടനാ ചരിത്രത്തിലെ പ്രൗഢമായ അധ്യായമായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, സംസ്ഥാന സെക്രട്ടറി KM ഷാജി സാഹിബ് തുടങ്ങി പ്രഗത്ഭരായ നേതാക്കളുടെ മഹനീയ സാന്നിധ്യവും മികച്ച ആസൂത്രണവും ശ്രദ്ധേയമായ സംഘാടനവും ജനസാഗരം തീർത്ത നഗരിയും തംകീൻ മഹാസമ്മേളനത്തെ സമ്പന്നമാക്കി. മലയാള മണ്ണിലെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന KM സീതി സാഹിബിൻ്റെ നാമധേയത്തിൽ കുവൈറ്റ് KMCC വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച
എചൂറ 2025 ക്വിസ് മത്സരം സംഘടനയുടെ ചരിത്രത്തിലെ മനോഹരമായ ആവിഷ്കാരം കൂടിയായിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തവും മണ്ഡലങ്ങൾ തമ്മിലുള്ള വാശിയേറിയ മത്സരവും എചൂറ 2025 വിജ്ഞാനോത്സവത്തെ അവിസ്മരണീയമാക്കി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സഹജീവി കരുതലിന്റെ മറ്റൊരു മഹത്തായ ചുവടുവെപ്പാണ് കുവൈറ്റ് KMCC ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നന്മ ഭവന പദ്ധതി. സ്വന്തമായി വീടില്ലാത്ത KMCC അംഗങ്ങളായ 5 സഹപ്രവർത്തകരുടെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംഘടന തുടക്കം കുറിച്ചു കഴിഞ്ഞു. നന്മ പറ്റാത്ത ഈ കാരുണ്യ പദ്ധതിയിലേക്ക് നിങ്ങളുടെയൊക്കെ നിസ്സീമമായ സഹകരണം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാസത്തിൻ്റെ നിറമുള്ള സ്വപ്നങ്ങൾ ബാക്കിവെച്ച് ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷിതമായി പടിയിറങ്ങിപ്പോവേണ്ടി വരുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാരുടെ കുടുംബങ്ങൾക്കൊരാശ്വാസമായി നടപ്പിലാക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിലൂടെ 20 സഹപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് വിതരണം ചെയ്യാൻ സാധിച്ചത് ഏറെ ആശ്വാസകരവും നമ്മുടെ കൂട്ടായ സമർപ്പണത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ്. കുവൈറ്റ് KMCCയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറിയ ചരിത്രപരമായ പ്രഖ്യാപനമായിരുന്നു വനിതാ വിംഗ് രൂപീകരണം. കാച്ചിയും തട്ടവുമിട്ടവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടാവില്ലെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണിത്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നെജുമ തബിഷിറയുടെ സാന്നിധ്യത്തിൽ അഭിവന്ദ്യനായ നായകൻ സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ പ്രഖ്യാപിച്ച വനിതാ വിംഗ് നവീനമായ കർമ്മ പദ്ധതികളുമായി കുവൈറ്റ് KMCCയുടെ ചരിത്രത്തിലെ പുതിയ അടയാളപ്പെടുത്തലായി മാറുമെന്നത് അഭിമാനകരമാണ്. കലാകായിക രംഗത്ത് കുവൈറ്റ് KMCC കയ്യൊപ്പ് ചാർത്തി ആർട്സ് ആൻഡ് സ്പോർട്സ് വിങ്ങുകളും സജീവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏറെ ആവേശം നിറഞ്ഞ ഇന്റർ കോൺസ്റ്റിറ്റ്യുവൻസി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക രംഗത്തെ KMCCയുടെ തിളക്കമുള്ള കയ്യൊപ്പ് കൂടിയായിരുന്നു. KMCC നടത്തുന്ന ഓരോ പരിപാടികളുടെയും വലിയ വിജയത്തിനു പിന്നിൽ സംഘടനയുടെ സന്നദ്ധ സംഘമായ വൈറ്റ് ഗാർഡിന്റെ നിസ്വാർത്ഥമായ സേവനങ്ങളും ആതുര സന്നദ്ധ സേവന രംഗത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന മെഡിക്കൽ വിങ്ങിന്റെ കലർപ്പില്ലാത്ത കരുതലും പ്രയാസമനുഭവിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമാവാൻ എപ്പോഴും കർമ്മനിരതമായ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങളും ദുരിതമനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് കാരുണ്യത്തിൻ്റെ കൈത്താങ്ങായി പെയ്തിറങ്ങുന്ന CH സെന്ററിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും എന്നും അഭിമാനത്തോടെ ഓർമ്മിക്കപ്പെടുന്നതാണ്. കുവൈറ്റ് KMCCയുടെ ചരിത്ര നാൾവഴികളിൽ മറ്റൊരു നാഴികക്കല്ലായി മാറിയ നഹ്ദ ഏകദിന നേതൃശില്പശാല സംഘടനാ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. സ്വതസിദ്ധമായ അവതരണ ശൈലി കൊണ്ട് അനുവാചക ഹൃദയങ്ങൾ കീഴടക്കിയ യുവ പ്രഭാഷകൻ ജംഷീർ അലി ഹുദവിയുടെ സംഘടനാ പ്രവർത്തകന്റെ ഉത്തരവാദിത്ത ബോധം ഓർമ്മപ്പെടുത്തിയ ആഴമുള്ള വാക്കുകളും അകക്കാമ്പുള്ള ചർച്ചകളും സംഘാടനത്തിന്റെ ഭംഗിയും ഓരോ പ്രവർത്തകന്റെ മനസ്സിലും കരുത്തും ഊർജവും നവോന്മേഷവും നൽകുന്നതായിരുന്നു. ഇന്നലകളുടെ പൈതൃക പെരുമയിൽ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പുണ്യം നിറഞ്ഞ ആരാധനയായി കാണുന്ന കുവൈറ്റ് KMCC ഭാവിയിൽ നിരവധി പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. 50 ആണ്ടിൻ്റെ കർമ്മ നൈരന്തര്യത്തിലൂടെ നമ്മൾ നേടിയ ആത്മബലത്തിൽ നിന്നുകൊണ്ട് കർമാവിഷ്കാരങ്ങളുടെ പുതിയ ഉദയങ്ങൾക്കായി ആദർശ രാഷ്ട്രീയത്തിൻ്റെ അഭിമാനകരമായ ഇസ്സത്തുയർത്തിപ്പിടിച്ചുകൊണ്ടു തന്നെ ഇനിയുമേറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന ബോധ്യത്തോടെ പുതിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ നമുക്കിനിയുള്ള നാളുകളിലും ഒരുമിച്ചു നീങ്ങാം. രാഷ്ട്രീയത്തിൻ്റെ സാധാരണ വഴികളിലൂടെ മാത്രമല്ല ലീഗ് സഞ്ചരിക്കുന്നത്. ലീഗ് നിൽക്കുന്നിടം പുതിയ വഴികളാവുകയാണ്. മതേതര കേരളത്തിൻ്റെ പ്രിയങ്കരനായ കാവൽക്കാരൻ അമീറുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതീക്ഷ നൽകുന്ന മനോഹരമായ വാക്കുകൾ
കലുഷിതമായ വർത്തമാനകാലത്ത് നമ്മുടെ കർമ്മപഥത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കട്ടെ. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.